ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നോമ്പുതുറ സ്പെഷ്യൽ പലഹാരമാണ്. ഈ ഒരു പലഹാരം ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാചകം ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത് സമോസയും പപ്സൊക്കെ ഉണ്ടാക്കി ഫ്ലോപ്പായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാകുന്ന നല്ലൊരു പലഹാരമാണ്. ഈ ഒരു നോൻപ് നാളില് നമ്മുടെ വീടുകളിൽ വരുന്ന ഗസ്റ്റുകൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ കൂടി തന്നൊന്ന് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോമ്പുതുറ സ്പെഷ്യൽ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. നോയമ്പ് പലഹാരം തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളാണ് ആദ്യം എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് അളവിലാണ് മൈദപ്പൊടിയെ ഇട്ട് കൊടുക്കുന്നത്. ഇനി പൊടിയിലേക്ക് 2 സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടെ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 2 കോഴിമുട്ടയാണ്. കോഴിമുട്ട കൂടെ നമുക്കിതിലേക്ക് ഒന്ന് ചേർക്കണം. കോഴിമുട്ടയുടെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഇനി പൊടിയിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. മാവിനെ കലക്കിയെടുക്കുമ്പോൾ ഒരു തരി പോലും കട്ടകളില്ലാതെ വേണം ചെയ്തെടുക്കാനായിട്ടും. നിങ്ങൾക്ക് ഇതുപോലെ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ അടിച്ചെടുത്താലും മതിയാകും. മാവിനെ കുഴച്ചെടുക്കുമ്പോൾ വെള്ളത്തിന്റെ പോരായ്മ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളമെല്ലാം ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാനും പറ്റുന്നതാണ്. ഞാനിവിടെ നമ്മുടെ മാവിനെ ഇതേ ഒരു അയവിനാണ് കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കേണ്ടതായ ഫില്ലിംഗ് കൂടെ റെഡിയാക്കണം. ഫില്ലിംഗ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഇനി വേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. ഇത് 1/2 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി 1/2 സ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ചിക്കനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കൈകൊണ്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. നല്ലവണ്ണം കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കനെ പാനിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരേ സമയം തന്നെ ചിക്കനും വേവിച്ചെടുക്കണം. ഇനി ഇപ്പുറത്തെ അടുപ്പിൽ ഒരു ദോശത്തവ വെച്ച് കൊടുക്കാം. തവ ചൂടായി വരുമ്പോൾ ഓരോ തവി മാവിനെയും കോരി ഒഴിച്ച് നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയും കൂടി എടുക്കണം. ഞാനിവിടെ ഇതേ ഒരു വലിപ്പത്തിലാണ് ദോശയെ പരത്തിയെടുത്തിട്ടുള്ളത്. ഒരു വശം ഒന്ന് പാകമായി വരുമ്പോൾ ഞാനിതിനെ ഒന്ന് മറിച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വശവും പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അടുത്തതും ഇതുപോലെ തന്നെ മാവിനെ കോരി ഒഴിച്ചൊന്ന് ചുട്ടെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ചിക്കന് നല്ലതുപോലെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെയാണ് ചിക്കനെ അടുപ്പിലേക്ക് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. ഇനി ചിക്കനിലുള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റിക്കിട്ടണം. അതുപോലെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ദോശമാവ് എല്ലാം കോരി ഒഴിച്ചൊന്ന് വേവിച്ചു കൂടി എടുക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ദോശയും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികമൊന്നും കട്ടിയില്ലാതെ തന്നെയാണ് നമ്മൾ ഈ ദോശയെ മുഴുവനും ചുട്ടെടുത്തിട്ടുള്ളത്. അതുപോലെ ചിക്കനിൽ ഒരു തുള്ളി പോലും വെള്ളമില്ല. നല്ല ഡ്രൈ ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഒക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് പൊടിച്ചുകൂടെ വെക്കണം. ചിക്കന് ഞാനിവിടെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിന്റെ ഫില്ലിങ് കൂടെ റെഡിയാക്കാം. ഇനി നമുക്കിതിന്റെ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായും വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 സ്പൂൺ അളവിലാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ 2 സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്ന് മുരിച്ചെടുക്കുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ സവാളയെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് എരിവിനായിട്ടുള്ള പച്ചമുളക് കൂടി ചേർക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് നേരം സവാളയൊക്കെ ഒന്ന് വഴറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളിയെ പൊടിയായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തക്കാളിയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്നുകൂടെ വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർക്കേണ്ടത്. നമ്മളിന്ന് വേവിച്ചെടുത്ത് പൊടിച്ചു വെച്ച ചിക്കനിൽ നിന്നും പകുതി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. നമ്മളിന്ന് തയ്യാറാക്കി എടുത്തിട്ടില്ല ദോശയുടെ ഫില്ലിങ്ങിന് മാത്രം എടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ചിക്കനും സവാളയും തക്കാളിയും എല്ലാം ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. നമുക്കിതുപോലെ ഫില്ലിങ് തയ്യാറാക്കാനും വേണ്ടിയിട്ട് കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. ഒരുപാട് എണ്ണ കോരി ഒഴിച്ചാൽ നിങ്ങളിത് വഴറ്റിയെടുക്കരുത്. എണ്ണ കൂടിപ്പോയാൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ എണ്ണയെല്ലാം പൊട്ടി പുറത്തേക്ക് ഒഴുകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനും ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം.
ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കണം. നമ്മൾ ചിക്കനെ പുഴുങ്ങിയപ്പോൾ മാത്രമാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ മുളക് പൊടിയൊക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും തന്നെ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം 1 മിനിറ്റ് കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ചൂടെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് ഫില്ല് ചെയ്ത് കൂടെ എടുക്കണം. ഇതിനായിട്ട് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഓരോ ദോശയും ഇതുപോലെ കട്ടിംഗ് ബോർഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കിയും കൂടി എടുക്കാം. ഇനി ഇതിന്റെ മേലെയായിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് നനച്ചൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കാം. 2 വശവും ഇതുപോലെ ഒന്ന് ചേർത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ താഴെ ഭാഗത്തും നമുക്ക് ഇതുപോലെ തന്നെ മാവിനെ ഒന്ന് തേച്ച് കൊടുക്കണം. 2 ഭാഗത്തും മാവിനെ തേച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിതിൻ്റെ മേളിലായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മടക്കിയും കൂടെ കൊടുക്കണം. ഇപ്പോൾ നമുക്കിതൊരു ബോക്സ് പോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അടുത്തത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. നമുക്ക് സമോസയും പപ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അത്രയും തന്നെ സമയമൊന്നും ചിലവാകില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. രണ്ടാമതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ചിക്കൻ ബോക്സ് എല്ലാം തന്നെയും ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഉടൻ തന്നെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഓയിൽ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഓരോ ബോക്സും എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ബോക്സിനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കരിഞ്ഞു പോവാനും സാധ്യതയുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പലഹാരം ഒരു വശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറിച്ചുകൂടെ ഇട്ട് കൊടുക്കാം. 2 വശവും മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്താൽ ഇതിന് നല്ലതുപോലെ ഒന്ന് മുരിച്ചുകൂടി എടുക്കാം. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സ്നാക്ക് ഇവിടെ നല്ലതുപോലെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതിനുശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് കൂടിയാണ് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ പലഹാരത്തിനെ തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തതും നല്ലതുപോലെ മുരിഞ്ഞു പാകമായി വന്നിട്ടുണ്ട്. ഞാൻ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. പപ്സും സമോസയൊക്കെ ഉണ്ടാക്കാനായിട്ട് മടിയുള്ള ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയാൽ അതിലും ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ കൂടി തരാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.